സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ഡു സ്പിയർ മേസിങ് വിത്ത് എ ബിഗിനർ. നമുക്ക് എങ്ങനെ ഒരു സ്പിയർ മേസ് എങ്ങനെ പഠിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നു. സോ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അവസാനം വരെ കാണുക. അവസാനം വരെ കാണുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തന്നേക്കുക. സോ നമുക്ക് നേരെ വീഡിയോ കിട്ടാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്ക് ഞാൻ ഒരു മെയ് സിറ്റ് ചെയ്തോട്ടെ. എനിക്ക് ഇത് തൊട്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ മുന്നയാണ് സമ്മതിച്ചു. ഓക്കെ, സോ ഫസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ന്യൂ കൺട്രോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ടച്ച് ആൻഡ് ഇതിൽ വരിക. അതിനുശേഷം നമ്മൾ ഈ ജോയ്സ്റ്റിക്ക് ആൻഡ് എയിം കൊടുക്കുക. അതിൻ്റെ കസ്റ്റമൈസ് കൺട്രോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കണ്ടോ, അതിനുശേഷം ഡൺ അടിച്ചിട്ട് നിങ്ങൾ കസ്റ്റമൈസ് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനുശേഷം നമ്മൾ ഈ ഒരു ബട്ടണിൽ പിടിച്ചേക്കാൻ നമുക്ക് എലേറ്റർ സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എലേറ്റർ വെച്ച് പറന്നിട്ട് മുകളിൽ വരിക. ശേഷം നിങ്ങളുടെ എനിമീനെ ഇങ്ങനെ ടാർഗറ്റ് എടുത്തിട്ട് നേരെ അടുത്തെത്തുമ്പോൾ സ്വിച്ച് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി. സോ അത്രയ്ക്ക് എളുപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമൊക്കെ തന്നെയാണ്, പക്ഷേ പാടാണെന്ന് വെച്ചാൽ പാടൊക്കെ തന്നെയാണ്. പാടാണെന്ന് വെച്ചാൽ പാട്, എളുപ്പമാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് എളുപ്പമല്ല, എന്നാലും എളുപ്പം അത്രയ്ക്ക് പറയാനുള്ളൂ. സോ ഇതുപോലെ മോജോ ലോഞ്ചർ അങ്ങനത്തെ പോലെ ഞാനിപ്പോൾ സ്പിയർ മേസിങ് പെട്ടച്ചേനെ ഞാൻ സ്പിയർ മേസിങ് അതിനകത്ത് എളുപ്പമാണ്. ഒരു ബട്ടണേ ഉള്ളൂ. ആ ഒരു ബട്ടൺ ചെയ്യുകയാണെങ്കിൽ ആ ബട്ടണിൽ പിടിച്ചേക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ സ്പിയർ മേസ് ആവും. പക്ഷേ ഈ ഒരു ബെഡ് റോക്കി ചെയ്യാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് വേണം. നല്ലോണം പ്രാക്ടീസ് വേണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം ചെന്നിട്ട് വാടാ മേസ് PvP പഠിച്ചോളാം, വാടാ ഒരു ബ്രോയിൻ്റെ വീഡിയോ കണ്ടിട്ട് പഠിച്ചാണെന്ന് പറഞ്ഞാൽ ഒറ്റ ടി വി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളവിടെ മൂഞ്ചി പോവും. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലോണം ഇത് വേണം, നമ്മൾ നല്ലോണം പഠിക്കണം. നല്ലോണം പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ പഠിക്കണം. കണ്ടോ, ഞാനിപ്പോൾ ചെയ്ത പോലെ നല്ലോണം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം വരും. പിന്നെ മോജോ ലോഞ്ചർ അങ്ങനത്തെ ഉള്ളവർക്കാണെങ്കിൽ സ്പിയർ മേസിങ് ഭയങ്കര എളുപ്പമായിരിക്കും. കാര്യം ഒരു ബട്ടണേ ഉള്ളൂ. 2 ബട്ടണെ കണ്ട് പിടിച്ചേക്കി കഴിഞ്ഞാൽ ഒരു ബട്ടണിൽ പിടിച്ചേക്കി കഴിഞ്ഞാൽ സ്പിയർ പോവും, ഒരു ബട്ടണിൽ പിടിച്ചേക്കി കഴിഞ്ഞാൽ നേരെ മേസിറ്റ് ആവും. പക്ഷേ ബെഡ് റോക്കിൽ ഇച്ചിരി പാടാണ്, ഇച്ചിരി അധികം പാടാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാത്തത്. പെട്ടെന്ന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പയ്യെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി നല്ലോണം എഫോർട്ട് വേണം. എനിക്കിപ്പോൾ ഞാനൊരു അത്യാവശ്യം നല്ലൊരു പയ്യെ പഠിക്കുന്ന ആളായതുകൊണ്ട് നല്ലോണം എനിക്ക് പറ്റിയിട്ട് വേണം. നല്ലോണം എന്താ പറയുക, നല്ലോണം ട്രെയിനിങ് വേണം. ട്രെയിനിങ്ങിലാണ് നമ്മൾ എവിടെ എത്തൂലല്ലോ. വേറെ ഞാനിപ്പോൾ ഒരു മെയ് സിറ്റി ഇത് കണ്ടായിരുന്നു. ഞാൻ ഇത്ര നേരം കുറേ നേരം പ്രാക്ടീസ് ചെയ്തതിൻ്റെയാണ് അത് നിങ്ങൾ കണ്ടത്. കുറേ നേരം പ്രാക്ടീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചധികം നേരം പ്രാക്ടീസ് ചെയ്ത് പിന്നെ റിപ്പയർ കൊടുത്തിട്ട് പാവരായി നമുക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെയാണല്ലോ ഞാൻ മറ്റേ കൺട്രോളാന്ന് ഓർത്തിട്ട് ആഗ്രഹം കൊടുത്തു. സോ അത്യാവശ്യം പ്രാക്ടീസ് ഉള്ളവർക്ക് ഇത് എളുപ്പമാണ്. സോ ജസ്റ്റ് ഇങ്ങനെ വരികതിന് ശേഷം ടാർഗറ്റ് ചെയ്യും കൊടുക്കുക, അടിക്കണം. അതാണ് നമ്മുടെ സംഭവം. കുറച്ച് എളുപ്പമൊക്കെ തന്നെയാണ്, പക്ഷെ ഇത് പെട്ടെന്ന് ഒരാൾ സൈഡിൽ നിന്ന് പോകുമ്പോൾ വാട്ട് എ ബ്യൂട്ടി എന്ന് പറയും. പക്ഷെ ആ ബ്യൂട്ടിയുടെ പുറകെ ഒരു 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 സ്റ്റോറി തന്നെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. ഈ അത്രയ്ക്ക് നമ്മൾ എഫേർട്ട് ഇടുന്നോടാ. ചുമ്മാ നമ്മളിങ്ങനെ വാഴത്താളോട്ട് അടിച്ചിട്ട് പോയി അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആരാണെങ്കിലും നമ്മളെ ഈസിയായിട്ട് നമ്മളെ ചുമ്മാ അടിച്ച് പറത്തില്ല. പക്ഷേ എന്ത് കഷ്ടമാണ് നോക്ക്. നമുക്ക് സ്പിയർ മേസ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ മോജോ ലോഞ്ചർ എടുത്തോട്ടെ. മോജോ ലോഞ്ചർ അല്ലെങ്കിൽ മറ്റേ ബാറ്റി ലോഞ്ചർ എന്ന് പറഞ്ഞതാണ്. അത് നമ്മുടെ ഫോണിലൊക്കെ കിട്ടുന്നതാണ്. നല്ല FPS വരുള്ളൂ. അത്യാവശ്യം FPS മോജോ ലോഞ്ചറിനൊക്കെ കൂടുതൽ വരും. എന്ന് വെച്ചാൽ മോഡ്സ് ഒന്നും ഇട്ടില്ലെങ്കിൽ. മോഡ്സൊക്കെ ഇടുവാണെങ്കിൽ മോജോ ലോഞ്ചർ അത്രയ്ക്കും പോരാ, എന്നാലും മോജോ ലോഞ്ചറാണ് ബെറ്റർ. മോഡ്സൊക്കെ ഇടുമ്പോഴത്തേക്കും മോജോ ലോഞ്ചറിന് ഒറ്റ FPS ഉള്ളൂ. പക്ഷേ ഇതിന് വേറെ FPS ഉണ്ടടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മോഡ്സ് ഇട്ടെന്ന് വിചാരിച്ചു, മോഡ്സ് ഇട്ട് കളിച്ചു അപ്പോൾ നിങ്ങൾക്ക് നല്ല FPS കുറവ് കിട്ടും. മോഡ്സ് ഇടാണ്ട് കളിച്ച് നല്ല FPS എന്ന് പറഞ്ഞാൽ നല്ല FPS. ഒരു PvP പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതൊന്നും വേണ്ട. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് PvP ചെയ്യാൻ നിർത്തി ഞാൻ ഒന്നും ഇടുകയല്ല. പക്ഷെ നോർമൽ സർവൈവലാകുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തോ. ചെന്നിട്ട് ബാറ്റി ലോഞ്ചർ എന്നൊക്കെ ചെയ്യാൻ എനിക്ക് കിട്ടും.
നെറ്റ് അത്യാവശ്യം ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, നെറ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ വേറെ സെറ്റിങ്സ് ഉണ്ട്, പറഞ്ഞാൽ മതി. കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ അയച്ചുതരാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. അല്ല ഒരു കാര്യം കൂടി പറയാം ഗൈസ്, ഇത് ഞാൻ ഉപയോഗിക്കുന്ന ലോഞ്ചർ വേറെ കേട്ടോ, അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ലോഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പറയാം, അറ്റ്ലാസ് ലോഞ്ചർ എന്നാണ്. അറ്റ്ലാസ് ലോഞ്ചർ നല്ലൊരു ലോഞ്ചറാണ്, അത്യാവശ്യം FPS ഒക്കെ തരും. ഫെയറി ലോഞ്ചറിനൊക്കെ കുറച്ചുകൂടി FPS നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതൊരു വീഡിയോ കണ്ടിരുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഗൈസ്, എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.